വയനാട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി ആനി രാജയും NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രനും പ്രചാരണത്തിൽ നേരിട്ട് നിറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം മറികടക്കാൻ വൻ പ്രയത്നമാണ് UDF നേതാക്കൾ നടത്തുന്നത്. ജനപ്രതിനിധികൾ അടക്കമുള്ളവർ നേരിട്ടാണ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. രാഹുൽ ഗാന്ധി ഈ മാസം 15, 16 തീയതികളിലാണ് ഇനി മണ്ഡലത്തിലെത്തുക. വയനാട്ടിൽ ആദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും പ്രചാരണം തുടങ്ങിയതും LDF ആണ്. ആനിരാജ ഇതിനുശേഷം ഒട്ടുമിക്ക ദിവസവും മണ്ഡലത്തിലുണ്ട്. പ്രചാരണത്തിൽ ഏറെ മുന്നിൽ. സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ K സുരേന്ദ്രനും പ്രചാരണ രംഗത്ത് സജീവമാണ്. എന്നാൽ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി എത്തിയത് ഒരു തവണ മാത്രം. കൽപ്പറ്റയിലായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് റോഡ് ഷോ. ഇനി എത്തുന്നത് 15, 16 തീയതികളിൽ. 15-ന് വയനാട്ടിൽ റോഡ് ഷോകൾ അടക്കമുള്ള വിവിധ പരിപാടികൾ. 16-ന് കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ ഭാഗമായ പ്രദേശങ്ങളിൽ പ്രചാരണം. രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള പ്രചാരണത്തിന്റെ കുറവ് നികത്താൻ തീവ്ര പ്രയത്നത്തിലാണ് നേതാക്കൾ. വീടുകൾ തോറും കയറിയിറങ്ങി വോട്ട് തേടുന്നതിനും കുടുംബയോഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും മുന്നിൽ ജനപ്രതിനിധികളാണ്. കോവിഡ് ആണെങ്കിൽ, പ്രളയമാണെങ്കിൽ, പുത്തുമല ദുരന്തമാണെങ്കിൽ, വന്യജീവിയുടെ ആക്രമണമാണെങ്കിൽ ഓടി വന്ന് വയനാടിനെ ചേർത്ത് നിർത്താൻ നേതൃത്വം കൊടുത്ത MP-യാണ് ശ്രീ രാഹുൽ ഗാന്ധി. കേന്ദ്ര ഭരണവും സംസ്ഥാന ഭരണവും ഇല്ലാതിരുന്നിട്ടും ഇതുപോലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, ഫണ്ടുകൾ ചെലവഴിക്കാൻ നേതൃത്വം കൊടുത്ത, സ്വന്തം പദ്ധതികൾ ആവിഷ്കരിച്ച, മറ്റ് രാജ്യസഭാ MP-മാരുടെ ഫണ്ടുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന, CSR ഫണ്ടുകൾ യഥേഷ്ടം ലഭ്യമാക്കിയ ഒരു MP-യാണ് ശ്രീ രാഹുൽ ഗാന്ധി. ബൂത്ത് തല കൺവെൻഷനുകൾ പൂർത്തിയാക്കിയാണ് കുടുംബയോഗങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. രാപ്പകൽ ഭേദമില്ലാതെ കുടുംബയോഗങ്ങൾ തുടരുകയാണ്. 5 ലക്ഷത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്തിക്കുമെന്നാണ് UDF നേതാക്കളുടെ പ്രഖ്യാപനം. വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കളുടെ നിര തന്നെ പ്രചാരണത്തിന് വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. 24 വയനാട്.